ശിഷ്യന്മാരിൽ ഒരുവനായ ശീമോൻ പത്രോസിന്റെ ജീവിത ചരിത്രത്തിൽ നിന്ന് കുറച്ച് ഭാഗം മാത്രം, 2 കാര്യങ്ങൾ മാത്രമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. പത്രോസ് ആരായിരുന്നു എന്നും എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു എന്ന് മാത്രം. അപ്പോസ്തലനായ പത്രോസിനെ ശീമോൻ, കേഫ, ശീമോൻ പത്രോസ് എന്നീ പേരുകളിലാണ് അറിയപ്പെട്ടിരുന്നത്. തമിഴിൽ പ്രേരിതു എന്നും ഇംഗ്ലീഷിൽ പീറ്റർ, തമിഴ് POC ബൈബിളിൽ രായപ്പൻ എന്നും അറിയപ്പെടുന്നു. ശീമോൻ എന്നതിന് കേൾക്കുന്നവനെന്നും പത്രോസ് എന്നതിന് പാറ എന്നും അർത്ഥമുണ്ട്. ഇദ്ദേഹത്തിന്റെ അപ്പന്റെ പേര് യോന എന്നാണ്. അമ്മയുടെ പേര് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. സഹോദരന്റെ പേര് അന്ത്രയോസ് എന്നാണ്. പത്രോസിന്റെ സ്വന്തം സ്ഥലം ബെത്ശേബയാണ്. യേശു പത്രോസിനെ വിളിച്ച പേരാണ് കേഫ എന്നത്. കേഫ എന്നത് ഗ്രീക്ക് ഭാഷയിൽ പത്രോസ് എന്നാണ്. യേശു കവർന്നഭൂമിൽ പ്രസംഗിക്കുന്ന സമയത്ത് പത്രോസിനെയും അന്ത്രയോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ശിഷ്യന്മാരാക്കി. ബാക്കി 8 പേരെ അപ്പോസ്തലന്മാരാക്കി. ഈ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒന്നാമനായിരുന്നു പത്രോസ്. യേശുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് പത്രോസിന്റെ ജീവിതം വളരെ പരാജയപ്പെട്ടതായിരുന്നു. എന്നാൽ യേശുവിനെ കണ്ടെത്തിയതിനു ശേഷം അവന്റെ ജീവിതം ഒരു വ്യത്യാസമുള്ളതായി മാറിയതായി നമുക്ക് വേദഭാഗങ്ങളിൽ കൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. പത്രോസ് ഭയങ്കര എടുത്തുചാട്ടക്കാരനായ ഒരു വ്യക്തിയാണ്. യേശു എപ്പോഴൊക്കെ ചോദ്യം ചോദിക്കുമോ ആദ്യം കയറി ഉത്തരം പറയും. അതുപോലെ യേശുവും തന്റെ ശിഷ്യന്മാരിൽ ഏറിയ ഉത്തരവാദിത്വം നൽകിയിരുന്നത് പത്രോസിനാണ്. അതുകൊണ്ട് തന്നെ പത്രോസ് യെരുശലേം ദേവാലയത്തിന്റെ ഒരു സുപ്രധാന വ്യക്തിയായി മുന്നേറ്റതയിൽ മാറി. ഒരിക്കൽ പത്രോസിന് യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനെന്ന് വെളിപാട് കിട്ടി. എന്നെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു എന്ന് യേശു ചോദിച്ചതിന്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞ് അവനെ അത്ഭുതപ്പെടുത്തി. പിന്നൊരിക്കൽ യേശു പത്രോസിനെ നോക്കി, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. യേശുവിന് ഏറ്റവും പ്രീതിയുള്ള ഒരു ശിഷ്യൻ തന്നെയായിരുന്നു പത്രോസ്. അതുപോലെ പത്രോസും യേശുവിനെ അധികമായി സ്നേഹിക്കുകയും യേശുവിന് വേണ്ടി എരിവുള്ളവനും യേശു ചെയ്യുന്നത് പോലെ ഒക്കെ ചെയ്യുവാൻ ആഗ്രഹിച്ചവനും ഒരുപാട് കാര്യങ്ങൾ യേശുവിനോട് ചോദിച്ചറിയുവാനും ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഒരിക്കൽ യേശുവിനെ ബന്ധിതനാക്കുന്ന സമയത്ത് ധൈര്യത്തോടെ കളത്തിലിറങ്ങി വാളെടുത്ത് മഹാപുരോഹിതന്റെ ദാസനായ മൽക്കോസിന്റെ ചെവി വെട്ടിക്കളഞ്ഞു. അതിനുശേഷം പത്രോസ് മഹാപുരോഹിതന്റെ പിന്നാലെ ചെന്ന് യേശുവിനെ എന്ത് ചെയ്യുന്നു എന്നറിയുവാൻ തീയുടെ അടുത്ത് സേവകരോടൊപ്പം ഇരുന്നു. എന്നാൽ യേശുവിനെ കൊണ്ടുപോകുന്നത് കണ്ട പത്രോസ് വേദനപ്പെട്ട് മനം നൊന്ത് കരഞ്ഞു. യേശു അവസാനമായി ശിഷ്യന്മാരുമായി ഇരിക്കുന്ന സമയത്ത് യേശുവെ, നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച പത്രോസ് തന്നെയാണ് ആദ്യമായി 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞത്. ഈ സമയത്ത് യൂദാസും പത്രോസും തെറ്റ് ചെയ്തു.
എന്നാൽ യൂദാസ് അനുദപിച്ചില്ല. പത്രോസോ അനുദപിച്ച് മാപ്പ് പറഞ്ഞ് രക്തസാക്ഷിയായി തന്റെ ജീവനെ കൊടുക്കുവാൻ തന്നെ തീരുമാനിച്ചു. നമുക്കും പത്രോസിനെ പോലെ തന്നെ ചെയ്യുന്ന തെറ്റുകളെ തിരുത്തി മാനസാന്തരപ്പെട്ട് അനുദപിച്ച് ക്രിസ്തുവിന്റെ ഉത്തമ ശിഷ്യന്മാരായി ജീവിക്കുവാൻ ശ്രമിക്കാം. I thank God for giving me this opportunity to stand before you with a special program. ഞാൻ എല്ലാ പ്രാവശ്യവും സ്പെഷ്യൽ പ്രോഗ്രാം ചെയ്യുന്നത് ഗെയിമായിട്ടാണ്. സോ ഇന്നും ഞാനൊരു ഗെയിമാണ് പ്രിപ്പയർ ചെയ്തെന്ന് പറഞ്ഞിരിക്കുന്നത്. സ്പെഷ്യൽ പ്രോഗ്രാമിൻ്റെ പേര് സോങ് റെഫറൻസ് ആണ്. സോങ് ആൻഡ് ബൈബിൾ റെഫറൻസ് എന്നല്ല. ഞാൻ വാക്യം വായിച്ചിട്ട് പാട്ട് പാടുന്ന ഗെയിമല്ല. ജസ്റ്റ് ലൈക്ക് ബൈബിൾ റെഫറൻസ്. നിങ്ങളുടെ എല്ലായിടത്തും സോങ് ബുക്ക് കാണുമല്ലോ. അതിൽ ഞാനൊരു സോങ് പറയും, അതിൻ്റെ ഒരു സ്റ്റാൻസ പറയും. ആ സ്റ്റാൻസ ഏത് ട്യൂണിലാണോ അത് പാടേണ്ടത് ആ ട്യൂണിൽ ഏറ്റവും ആദ്യം പാടുന്ന ആൾക്ക് പോയിന്റ്. സമझाया? ഫോർ എക്സാമ്പിൾ ഞാൻ പറയുക സോങ് നമ്പർ 100 സ്റ്റാൻസ 3. സോങ് നമ്പർ 100 എടുക്കുന്നതിൻ്റെ തേർഡ് സ്റ്റാൻസ എങ്ങനെയാണോ തുടങ്ങുന്നത്, ഏത് ട്യൂണിലാണോ തുടങ്ങിയത് ആ ട്യൂണിൽ പാടണം, വായിക്കരുത്. ക്ലിയർ? 45 stanza 4. Next, song number 287 stanza 5. Okay, third, ready? അടയ്ക്കണേ, തുറന്നു വെക്കില്ല. Song number 366 stanza 2. Next, song number 70 verse 4. Next, song number 14 stanza 3. 1 4 3. Next, song number 324 stanza 5. സത്യസാക്ഷിയായ പ്രവാചകൻ മഹാശ്രേഷ്ഠനായ പുരോഹിതൻ നിത്യരാജ്യസ്ഥാപനം രാജാവും എന്റെ ക്രിസ്തുനായകൻ ഹല്ലേലൂയ. Next, 752 stanza 3. Next, 230 stanza 4. 230 stanza 4. പാപികളെ തേടി വന്ന യേശു രക്ഷകൻ. Next, 17 verse 1. 17 സ്തുതിച്ചേ മനമേ നിത്യവും.
Next, 1424 stanza 3. Okay, last one. 839 stanza 1. പച്ചയായ പുൽപ്പുറമേ